അയ്യോ ഇത് ഞാൻ അറിയാൻ വൈകിപ്പോയല്ലോ എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ വിഷമം. അപ്പോൾ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ മധുരക്കിഴങ്ങിൻ്റെ ഗുണഗണങ്ങളെപ്പറ്റി ഞാൻ അടുത്തിടയ്ക്ക് അറിഞ്ഞത്. അപ്പം ഞാനൊന്ന് ഞെട്ടി. അപ്പം നിങ്ങളെയും കൂടെ ഞെട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കൊച്ചു വീഡിയോ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കാണുക. ഇപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോയുടെ ഗുണഗണങ്ങൾ നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞത് റിച്ച് ഇൻ വൈറ്റമിൻസ് ദാറ്റ് ബൂസ്റ്റ് ഇമ്മ്യൂണിറ്റി എന്നായിരുന്നു. അതായത് വൈറ്റമിൻ സി, വൈറ്റമിൻ എ, വൈറ്റമിൻ B6 ഇവയെല്ലാം മധുരക്കിഴങ്ങിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ വളരെയധികം അത് ബൂസ്റ്റ് ചെയ്യും. നമുക്കറിയാവുന്ന പോലെ വൂണ്ടൊക്കെ ഹീൽ ചെയ്യാൻ വൈറ്റമിൻ സി എല്ലാവർക്കും അറിയാം, വളരെ ഉപയോഗപ്രദമാണ് അല്ലേ. അതെല്ലാം നമ്മൾ തൊടിയിലൊക്കെ കാണുന്ന ഈ മധുരക്കിഴങ്ങിലുണ്ട്. നമ്മൾ മധുരക്കിഴങ്ങ് വേണ്ട എന്ന് പറയുന്നവരാണ്, പക്ഷെ ഏറ്റവും നല്ല കൂടെ കുട്ടിക്കോ നമുക്ക് ഏറ്റവും നല്ലൊരു സാധനമാണ്. അതുപോലെ നമ്മൾ ഉണ്ടാകുന്നുണ്ട് ഫൈബർ കണ്ടന്റ് വളരെ കൂടുതലാണ് മധുരക്കിഴങ്ങിൽ. അതുകൊണ്ട് ഈ ഫൈബർ കണ്ടന്റ് കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ അതിനൊരു ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉണ്ട്. ഇൻഡെക്സ് എന്ന് പറയുമ്പോഴത്തേന് ഒരു ആഹാര പദാർത്ഥത്തിൽ ഷുഗറിൻ്റെ ലെവൽ എത്രത്തോളം ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൽ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഷുഗർ ലെവലിനെ കുറയ്ക്കാൻ സഹായിക്കും. ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നിയന്ത്രണത്തിൽ നിർത്താൻ പറ്റും. പക്ഷെ ഇതിൽ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയതായിട്ട് അതെനിക്ക് അനുഭവമുണ്ട്. പെട്ടെന്നൊരു സ്പൈക്ക് കുറവ് ചിലപ്പം വരും. നമ്മളൊന്ന് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഷുഗർ ലെവൽ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഇപ്പോൾ ഹൈപ്പോഗ്ലൈസീമിയൊക്കെ ഉള്ളവരാണെങ്കിൽ, പെട്ടെന്ന് ഷുഗർ ലെവൽ കുറയുന്ന തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളവരാണ് എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ഡയബറ്റിക് പേഷ്യൻസിനും ഒരു നിയന്ത്രണ അളവിൽ, അതായത് ഒരു കൺട്രോൾഡ് പോർഷൻ എടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇത് ഷുഗർ ലെവൽ കൂട്ടാനും ഇടയായിത്തീരും. പിന്നെ നമ്മൾ പറഞ്ഞ സപ്പോർട്ട്സ് ഹെൽത്തി വിഷൻ വിത്ത് ബീറ്റ കാരോട്ടിൻ ആണ്. ബീറ്റ കാരോട്ടിൻ എന്ന് പറയുന്നത് ഒരു പിഗ്മെന്റ്സ് ആണ്. ഒരു റെഡ് ഓറഞ്ച് ഒരു പിഗ്മെന്റ് ആണ്. അത് ചെടികളിലും അതുപോലെ കായ്കളിലും ഒക്കെ കാണുന്ന ഒരു പിഗ്മെന്റ് ആണ്. അത് വേണ്ടുവോളം ഏതിലുണ്ട്? നമ്മുടെ മധുരക്കിഴങ്ങിലുണ്ട് കേട്ടോ. അപ്പം ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻ എ ആയി മാറുന്ന ഒരു പോഷകമാണ് ബീറ്റ കാരോട്ടിൻ എന്ന് പറയുന്നത്. അത് എന്താണ് നമുക്ക് മനസ്സിലായല്ലോ. ഒരു റെഡ് ഓറഞ്ച് കളറിൽ ഇതിൽ ചെടികളിലും അതുപോലെ കായ്കളിലും ഒക്കെ ഉള്ള ഒരു തരം പിഗ്മെന്റ് ആണിത്. അത് വേണ്ടുവോളം നമ്മുടെ ഏതിലുണ്ട്? മധുരക്കിഴങ്ങിലുണ്ട്. മനസ്സിലായല്ലോ. അപ്പൊ അത് കഴിക്കുന്നതിലൂടെ നമ്മുടെ സ്കിൻ ഗ്ലോ ചെയ്യും. അതുപോലെ നമ്മുടെ മുടിക്ക് നല്ലൊരു നിറവും അതുപോലെ തിളക്കവും ഒക്കെ ലഭിക്കും കേട്ടോ. അപ്പൊ നമുക്ക് വേറെ വലിയ വലിയ കാര്യങ്ങളൊന്നും അന്വേഷിച്ച് പോകണ്ട. നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇതും കൂടെ ചെറിയ ഈ മധുരക്കിഴങ്ങ് കൂടെ ഉൾപ്പെടുത്തിയാൽ മതിയാവും. ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥമാണ് സ്വീറ്റ് പൊട്ടറ്റോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. പല അസുഖങ്ങൾക്കും നമുക്ക് എതിർത്ത് നിൽക്കുവാനും അത് ആവശ്യത്തിലേറെ പൊട്ടാസ്യം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹൃദയ സംബന്ധമായ ആവശ്യങ്ങൾക്കും ഇത് ഉപകാരപ്രദമാണ്. നമ്മുടെ ബ്ലഡ് പ്രഷർ നിയന്ത്രിച്ച് നിർത്തും, നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ ഫൈബർ കണ്ടന്റ് അത് ഏറ്റവും നല്ലത്. നമ്മുടെ അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ നിയന്ത്രിക്കാൻ, അത് നല്ല രീതിയിൽ നടത്തുവാനായിട്ട് ഫൈബർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് പറ്റും കേട്ടോ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഗുണങ്ങളുടെ ഒരു നിലവറയാണ് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ. വൈറ്റമിൻ എ ഉണ്ട്, B6 ഉണ്ട്, ആന്റി ഓക്സിഡൻസ് ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, നമ്മുടെ ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കും, ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കും, വെയിറ്റ് ലോസിന് നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. നിങ്ങൾക്ക് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാവും, ഗ്ലൂക്കോസ് ലെവൽ കുറച്ച് നിർത്തും, ഹെയറിന് നല്ലതാണ്, സ്കിന്നിന് നല്ലതാണ്, അതുപോലെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് നല്ലതാണ്. നമ്മുടെ ഗട്ടില്ലേ, അതിന് ഏറ്റവും ഫൈബർ ഉള്ളതുകൊണ്ട് ഏറ്റവും നല്ല സാധനമാണ്. നമ്മൾ നല്ല ബാക്ടീരിയ ഉണ്ടാക്കും. അപ്പം അതെല്ലാം ഉള്ള ഒരു നല്ല അടിപൊളി സാധനമാണ് സ്വീറ്റ് പൊട്ടറ്റോ. മധുരക്കിഴങ്ങ് നമ്മുടെ തൊടിയിലും അതുപോലെ ഭയങ്കര ഈസിലി അവൈലബിൾ ആണ്. ഏത് പച്ചക്കറി കടയിൽ പോയാലും നമുക്ക് സ്വീറ്റ് പൊട്ടറ്റോ കിട്ടും. അങ്ങനെ പല 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 ഗുണങ്ങളാണ്. അപ്പം ഇന്ന് തൊട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ആഹാരത്തിൽ സ്വീറ്റ് പൊട്ടറ്റോ കൂടെ കൂട്ടിക്കോളൂ. സൂപ്പർ സാധനമാണ്. ഇത് ബേക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റീം ചെയ്യാം, അല്ലെങ്കിൽ ബോയിൽ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് സ്റ്റീം ചെയ്തെടുക്കുന്നതാണ്. ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ്, പെട്ടെന്നാവുകയും ചെയ്യും. നമ്മൾ നല്ലപോലെ കഴുകിയെടുത്ത് ജസ്റ്റ് കട്ട് ചെയ്ത്, തൊലിയൊന്നും കളയണ്ട, കട്ട് ചെയ്തിട്ട് ഞാൻ അപ്പച്ചട്ടിയല്ലല്ലോ നമ്മുടെ ഇഡ്ഡലി തട്ടില്ല, അതിൻ്റെ ഉള്ളിൽ വെച്ച് നമുക്കൊന്ന് ഒരു 10 മിനിറ്റൊക്കെ വെച്ചാൽ മതി കേട്ടോ. അപ്പത്തേനും ആയി കിട്ടും. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ഇതെടുത്തിട്ട് നമ്മൾ ഡീപ്പ് ഫ്രൈ ഒക്കെ ചെയ്തെടുക്കുന്നത്. ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്. ഇത് അങ്ങനെ ചെയ്യുമ്പോഴത്തേന് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഗുണത്തേക്കാളേറെ ദോഷമാണ് വരുന്നത്. അപ്പാ ബാ ചായ കുടിക്കാൻ വാ. ഇത് ഞങ്ങളുടെ കാപ്പ് കുടിക്കുന്ന സമയം. ഞങ്ങൾക്ക് മധുരക്കിഴങ്ങുണ്ട്,
കപ്പയുണ്ട്, ഞങ്ങളുടെ അങ്ങോട്ട് പറഞ്ഞ ചീനി, അപ്പം എപ്പോഴും പറഞ്ഞ ചീനി ഉണ്ട്, പിന്നെ മുളക് ചമ്മന്തി. ശരിക്കും പറഞ്ഞാൽ ഞാൻ കപ്പയുടെ ഒതൻറ്റിക് സാധനം ചമ്മന്തി ഉണ്ടാക്കിയിട്ടില്ല. ഇത് ഗോതമ്പ് ദോശയ്ക്ക് ഉണ്ടാക്കിയ ചമ്മന്തിയാണ്. അത് അധികം ഇരുന്നുകൊണ്ട് അതിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണാം. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ആരാണോ നമ്മൾ ഇനിഷ്യേറ്റീവ് ചെയ്യുന്നത് ആൾക്ക് കുറച്ച് കൂടുതൽ കൊടുക്കണം. ബുദ്ധിമുട്ടില്ലെങ്കിൽ സൈഡ് നമുക്കൂടെ തന്നെ അമ്മ നാളെടുത്തോ പറഞ്ഞോടാ. അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല. അമ്മയ്ക്ക് വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ മതിയില്ല. എനിക്കറിയത്തില്ല സത്യമായിട്ട് ഒന്നും ഉണ്ടാക്കാൻ. കള്ളപ്പം കേട്ടിട്ടുണ്ട്, അതാണോ? എനിക്കറിയത്തില്ലപ്പോ. അല്ല തന്നെ ഇതൊന്നും ഉണ്ടാക്കി എനിക്ക് സമയമില്ല. അമ്മയ്ക്ക് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ആസ്വാദിക്കാൻ.